എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന. എല്ലാ നന്മകളും നമ്മളുടെ ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും നമ്മളുമായി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബന്ധപ്പെട്ട് എല്ലാത്തിലും ഉണ്ടാവട്ടെ. ജീവിതം ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ മിനിറ്റും സാധിക്കുന്നത്രയും ഈ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ചിന്തിക്കണം, തീർച്ചയായിട്ടും പ്രതികരിക്കണം, പഠിക്കണം. പക്ഷേ അതൊന്നും നമ്മളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതാവരുത്. ലോകത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മളല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ലോകത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നമാവരുത്. യഥാർത്ഥത്തിൽ ലോകത്തിൽ എല്ലാ കാലത്തും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടെടുത്താലും ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം മുതൽക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടാവും, വരും. ആഗമാ വായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. അത് പലതും വരും, വന്നതുപോലെ പോകും. അത് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, ആഴ്ചകളോളം നമ്മളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതാവരുത്. മഹാഭാരതവും രാമായണവും നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയണം, അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയണം. ഒരു രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, ഒരു സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഒരു വ്യക്തിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇവ ജഗദീശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന സമയം എത്ര ഉണ്ടോ അത്രയും കാലം ധന്യമായിട്ട് ജീവിക്കാൻ ഈ പ്രശ്നങ്ങൾ നമ്മളെ പരിധിക്കപ്പുറം തളർത്തരുത്, തകർക്കരുത്. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകങ്ങൾ ഉണ്ടാവാൻ കാരണം എല്ലാ കാര്യങ്ങളും വിവരിക്കുമ്പോഴും ജീവിതാനുഭവങ്ങൾ പാണ്ഡവർക്ക് എതിർചേരിയിൽ നിൽക്കുന്നവരും അവരുടെ കൂടെയുള്ളവരും ആയിട്ടുള്ള പ്രധാനപ്പെട്ട നൂറുകണക്കിന് ചരിത്ര പുരുഷന്മാരുണ്ടെങ്കിലും പ്രധാനപ്പെട്ടവർ 20 പേരാണ്. രാമായണത്തിലും പ്രധാനപ്പെട്ടത് 20 പേരാണ്. ആ 20 പേരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അപ്പോൾ തന്നെ കഥാരൂപത്തിൽ, പക്ഷിമൃഗാദികളുടെ കഥാരൂപത്തിൽ മഹാഭാരതത്തിൽ വിവരിക്കുന്നു. രാമായണത്തിൽ അങ്ങനെ വിവരിക്കുന്നില്ല. അനുഭവങ്ങൾ മാത്രം വിവരിച്ചുകൊണ്ട് പോവാണ് രാമായണം, വാൽമീകി രാമായണം. അനുഭവങ്ങൾ മാത്രം വിവരിച്ചുകൊണ്ട് പോകുന്നു വാൽമീകി രാമായണം. അനുഭവങ്ങളുടെ മധുരവും കയ്പും ചവർപ്പും ഉപ്പും എരിവും പുളിയും കഥകളിലൂടെ വിവരിക്കുന്നു മഹാഭാരതത്തില്. മഹാഭാരതം കഥ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മളും അറിയാനുള്ളത് മഹാഭാരതത്തിലെ പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെയോ അവരുടെ എതിർചേരിയിലോ നിന്നവരുടെ കഥയല്ല. മഹാഭാരത കഥ എന്ന് പറയുന്നത് ആ ചരിത്ര പുരുഷന്മാര് പരസ്പരം പറയുന്ന പക്ഷിമൃഗാദികളുടെ കഥകളാണ് മഹാഭാരതം കഥകൾ. നിർഭാഗ്യവശാൽ ആ പക്ഷിമൃഗാദികളുടെ കഥകളെ നമ്മൾ മഹാഭാരതം കഥകൾ എന്ന് പറയുമ്പോൾ പാണ്ഡവരുടെയും കൗരവരുടെയും കഥകളാക്കി മാറ്റി. പാണ്ഡവരുടെയും കൗരവരുടെയും കഥയല്ല, ചരിത്രമാണ്. രാമായണത്തിലെ ചരിത്രമാണ്. അതിനകത്ത് വേറെ കഥയില്ല. എന്തേ കാരണം? വാൽമീകി മഹർഷി നേരെ ഒരു നോവൽ എഴുതുന്ന മാതിരി മഹാകാവ്യത്തില്, ആദികാവ്യത്തില് അങ്ങോട്ട് എഴുതി. ആരോടും ചോദ്യം ചോദിക്കാനും ആർക്കും ഉത്തരം കൊടുക്കാനും വാൽമീകി മഹർഷി നിന്നില്ല. മഹാഭാരതം അങ്ങനെയല്ല, എല്ലാം ചോദ്യരൂപത്തിലും ഉത്തരരൂപത്തിലും കൊടുത്തു. ആ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കലും മാത്രമല്ല, മഹാഭാരതത്തിൽ കാര്യങ്ങൾ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കലും കൂടിയുണ്ട്. നമ്മളുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ നമ്മൾ പഠിക്കുന്നതും പലതും കഥാരൂപത്തിലാകണം. എല്ലാമല്ല, പലതും നമ്മൾ പഠിപ്പിക്കുന്നതും പലതും കഥാരൂപത്തിലാകണം. കഴിഞ്ഞ ദിവസം പിണ്ടിമനയില് ക്ഷേത്രത്തിൽ ഒരു ക്ലാസ് എടുത്തപ്പോ അതിൽ കുറേയധികം കവിതകൾ ചൊല്ലി, ചില സിനിമാ പാട്ടുകൾ ചൊല്ലി, ചില ചെറിയ കഥകൾ പറഞ്ഞു. മുമ്പിലിരിക്കുന്ന സാധാരണക്കാര് പറഞ്ഞു, സാറേ, ഞങ്ങൾക്ക് പറ്റിയ വിധത്തിലാണ് സാറ് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചത്. ഞങ്ങൾക്ക് പറ്റിയ വിധത്തില് അതിൽ സാറ് പാട്ടുപാടിയിട്ടുണ്ട്, സാറ് കവിതകൾ ചൊല്ലിയിട്ടുണ്ട്, സാറ് ചെറിയ ചെറിയ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ മനസ്സിനകത്തേക്ക് വളരെയധികം ആഴത്തിൽ ഇറങ്ങാൻ പറ്റിയതാണ്. സാറ് തത്വശാസ്ത്രങ്ങൾ മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ഞങ്ങൾക്കത് വളരെ പെട്ടെന്ന് മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് കഥാരൂപത്തില്, ഉപദേശരൂപത്തില്, അനുഭവരൂപത്തില്, ഉപദേശരൂപത്തില്, കഥാരൂപത്തില്
അത് മഹാഭാരതത്തിലുണ്ട്. രാമായണത്തില് അനുഭവ രൂപത്തിലും ഉപദേശ രൂപത്തിലുമേ ഉള്ളൂ, കഥാരൂപത്തിലില്ല. പക്ഷേ രണ്ടിനും രണ്ട് ലെവലുണ്ട്. രാമായണം ഹയസ്റ്റ് ലെവലാണ്, മഹാഭാരതത്തിന്റെ മുകളിലാണ്. മഹാഭാരതത്തിന്റെ കാഠിന്യം കുറയ്ക്കാനാണ് പക്ഷിമൃഗാദികളുടെ കഥകൾ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാ, നമ്മളുടെ മക്കളിൽ മാറ്റം ഉണ്ടാക്കണം. നമ്മളുടെ മക്കൾക്ക് 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മഹാഭാരതത്തിലും രാമായണത്തിലും പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. മഹാഭാരതത്തിലും രാമായണത്തിലും പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. മഹാഭാരതത്തിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥകളും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മളെ ധന്യമാക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമാണ് വേദം നമ്മളോട് പറയുന്നത്. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ. ധന്യമായ സുപ്രഭാത വന്ദനം, ധന്യമായ ശുഭദിന പ്രാർത്ഥന, സന്തോഷത്തോടുകൂടി ധന്യമായി പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കട്ടെ. ആരെയും ചവിട്ടി പുറത്താക്കാതെ എല്ലാവരെയും അടിച്ചകത്താക്കാൻ സാധിക്കട്ടെ. വാദിക്കാനും ജയിക്കാനും നിൽക്കാതെ അറിയാനും അറിയിക്കാനും സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന. ആത്മാഭിമാനത്തോടുകൂടി, ആത്മഹർഷത്തോടുകൂടി, ആത്മസംതൃപ്തിയോടുകൂടി ജീവിക്കുക. മറ്റുള്ളവരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുക. പ്രണാമം, പ്രണാമം, പ്രണാമം. ഓം തത്സത്.